ഹായ് ഗൈസ്, ഫിസ് ആൻഡ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ മേടിച്ചതല്ല, ഇത് ഗൾഫിൽ നിന്ന് മേടിച്ചിട്ട് കൊടുത്തു വിട്ടതാട്ടോ. ഫോർഡ് 120 ബാർ ഇലക്ട്രിക് പ്രഷർ വാഷറാണ്. ഇത് പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഇതിൽ മോഡൽ, റേറ്റഡ് പവർ, മെയിൻ വോൾട്ടേജ്, മെയിൻ ഫ്രീക്വൻസി, മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രഷർ, മോട്ടോർ ടൈപ്പ്, പമ്പ് ടൈപ്പ്, റേറ്റഡ് വാട്ടർ കൺസപ്ഷൻ, റിക്വേർഡ് വാട്ടർ ഇൻടെൽ പ്രഷർ, മാക്സിമം വാട്ടർ ടെമ്പറേച്ചർ, വെയ്റ്റ് എന്നിവയെക്കുറിച്ച് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു കാറ്റലോഗാണ് ഇതിൻ്റെ. ഈ കാറ്റലോഗിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിന് 2 ഇയർ വാറൻറ്റി ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ബോക്സിൽ നിന്ന് എടുക്കുന്നത് സ്പ്രേ ഗണ്ണാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കാർട്ടൂണിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ നോക്കി, അപ്പോൾ അത് പിന്നെ അവസാനം ഓപ്പൺ ചെയ്യാൻ എത്തിയിട്ട് മാറ്റി വെച്ചു. പിന്നെ നെക്സ്റ്റ് എടുക്കുന്നത് 3-in-1 സെലക്റ്റബിൾ നോസിൽ ലെൻസാണ്. അത് ഗണ്ണിൽ അറ്റാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാട്ടോ. പിന്നെ അടുത്തത് ഡിറ്റർജൻറ്റ് ടാങ്ക്, ഡിറ്റർജൻറ്റൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ കുറച്ച് എക്സസറീസുകളുണ്ട് ഈ കവറിൽ. പിന്നെ മെയിൻ ബോഡിയാണ് അടുത്തത്. അതിനൊരു 6 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ബോഡി കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ഇത് ബാക്ക് വശമാണ്, കണ്ടോ? ഫ്രണ്ട് നോക്കി കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉപയോഗവും. ഈ മെഷീനിലാണ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഞാൻ എടുത്തതൊക്കെ ഫിറ്റ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഹാൻഡിലാണ്, ഹാൻഡിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യണം. പിന്നെ ഞാൻ ഒരെണ്ണം അൺബോക്സ് ചെയ്യാണ്ട് വെച്ചിരുന്നില്ല, ചെറിയൊരു കാർട്ടൂൺ. അത് ഓപ്പൺ ആക്കുകയാണേ. അതിലെന്താ നമുക്ക് നോക്കാം. വാവ്, അതിലുള്ളത് ഹൈ പ്രഷർ ഹോസാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ തന്നെ. ഇപ്പോൾ അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതെന്താ, ഇത് ഗൺ ഹോൾഡറാണ് കേട്ടോ. ഗണ്ണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത് നമുക്കിനി ഇതെല്ലാം ഇത്രയും പാർട്സുകളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇനി നമുക്കിത് എങ്ങനെയാണ് അസംബിൾ ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് ഹാൻഡിൽ. ഈ ഹാൻഡിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇത് അസംബിൾ ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ കൺവീനിയൻ്റായിട്ട് എല്ലാവർക്കും തോന്നും. വളരെ സുഖമാണിത് ചെയ്യാനായിട്ട്, യാതൊരു പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിന് നല്ല ലുക്കായി. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഗൺ ഹോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഫ്രണ്ടിലല്ല, അത് ബാക്ക് വശത്താണ് ഫിറ്റ് ചെയ്യുന്നത്. കണ്ടോ, ബാക്കിൽ അതിനായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. അതവിടെ ഇരുന്നോളും. അങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുക, അപ്പോൾ അതങ്ങോട്ട് ഇരുന്നോളും. ഇപ്പോൾ നല്ല ലുക്ക് ഉണ്ടല്ലോ അല്ലേ. പിന്നെ അടുത്തത് ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കളറ്, അതിനായിട്ടൊരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇത് തിരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇത് നമ്മളുടെ ഗാർഡൻ ഹോസ് ഇതിലേക്കാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ വെള്ളം വന്ന് ഫിൽറ്ററായിട്ട് ആണ് പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഹോൾഡർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ട, അത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് തന്നെ ഒരു സ്പേസ് ഉണ്ട്. അതങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇത് 3-in-1 സെലക്റ്റബിൾ നോസിൽ ലാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അറ്റം നമുക്ക് ഊരിയെടുക്കാനും അതുപോലെ തന്നെ നമുക്കത് ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അത് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ സ്പ്രേ ഗണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ശരിക്കും കറക്റ്റായിട്ട് തന്നെ അത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട്
ക്ലോക്ക് വൈസായിട്ട് തിരിച്ചിട്ട് കറക്റ്റ് ഫിറ്റാക്കുക, ടൈറ്റാക്കി വെക്കുക. കാരണം നല്ല പോലെ വെള്ളം പ്രഷറായിട്ട് വരുമ്പോൾ അത് തെറിച്ച് പോകരുത്. അപ്പോൾ അതായത് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അവിടെ ഇതാ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുക. ഇനി ഹൈ പ്രഷർ ഹോസ് ഫിറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു വശം ഗണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡ് വശം മെഷീനിലേക്ക് വേണം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിലൊരു ക്യാപ്പ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് അത് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. നല്ല കറക്റ്റായിട്ട് തന്നെ തിരിച്ച് നല്ല ടൈറ്റാക്കി വെക്കുക. ഇത് അഡ്ജസ്റ്റബിൾ സ്പ്രേ നോസിലാണ്. കണ്ടോ, ഇതിങ്ങനെ തിരിച്ചിട്ടാണ്. നെക്സ്റ്റ് ടെസ്റ്റിംഗ്. നമ്മൾ കാർപ്പോ ചെയ്ത ആൾക്കൊക്കെ പെട്ടെന്നാണ് പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.